ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ മൈ കുക്കിംഗ് സ്റ്റോറീസ്. ഇന്നത്തെ റെസിപ്പി ഒരു നഗറ്റ്സ് ആണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചിക്കനോ മുട്ടയോ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി വേഗം തന്നെ കാണാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനോ മറക്കരുത്. ഈ ഒരു സ്നാക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു സ്വീറ്റ് കോൺ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഫ്രോസൺ ആണ് എടുത്തിട്ടുള്ളത്. ഒരു 3/4 കപ്പ് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഇനി പൊട്ടാറ്റോ ആണ്. ഞാനിപ്പോൾ ഒരു അത്യാവശ്യം വലിയ പൊട്ടാറ്റോ നന്നായിട്ട് പുഴുങ്ങിയിട്ട് ഉടച്ചെടുത്താണ്. പിന്നെ നമുക്ക് വേണ്ടത് ചീസാണ്, മൊസറല്ല ചീസും. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള എത്രയാണ് വേണ്ടത് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയും ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്തത്. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഈ പൊട്ടാറ്റോ ആഡ് ചെയ്യുമ്പം ഇത് ഇങ്ങനെ നന്നായിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ കുഴച്ച് നോക്കുമ്പം ഇതുപോലെ നമുക്കിങ്ങനെ ബോളാക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ പറ്റുന്നില്ലാത്ത ടെക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊട്ടാറ്റോ ഒന്ന് വേവിച്ചിട്ട് ആഡ് ചെയ്താലും മതി. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു വേറൊരു ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡിലേക്ക് അതിലൊരു ക്ലിംഗ് ഫിലിം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് സ്ക്വയർ ഷേപ്പിൽ നഗറ്റ്സിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കത്തി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇതുപോലെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇതിനൊരു കോട്ടിങ് പോലെ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ 4 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിത് ഡബിൾ കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. 2 പ്രാവശ്യം ഈ ഒരു മൈദയും കോൺഫ്ലവറിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും മുക്കിയിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടും ആ ഒരു നഗറ്റ്സ് നമുക്കതിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാവുന്ന പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു പരുവത്തിലാണ് ഈ ഒരു ബാറ്റർ ഉള്ളത്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഇത് ലൂസാവും. അപ്പോൾ നമുക്ക് ഈ നഗറ്റ്സിൽ നമുക്ക് കോട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. പിന്നെ നമുക്ക് ഈ ഓരോ നഗറ്റ്സ് ആദ്യം ഈ ഒരു മിക്സിലും അതുപോലെ ബ്രെഡ് ക്രംസിലും അങ്ങനെ 2 പ്രാവശ്യം മുക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. നമ്മളിത് 2 പ്രാവശ്യം ഇതിൽ മുക്കിയെടുക്കുമ്പം ഇതിൻ്റെ ഷേപ്പ് കുറച്ചൊന്നും ഇങ്ങനെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് പൊട്ടിപ്പോകുന്നില്ല. നമ്മൾ 2 പ്രാവശ്യം ബൈൻഡ് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ക്രിസ്പായിട്ട് ഉണ്ടാവും നമ്മുടെ ഈ നഗറ്റ്സ്. അപ്പോൾ ഞാൻ എല്ലാ നഗറ്റ്സും ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം.
പിന്നെ വേറൊരു കാര്യം, നമ്മളിത് ഇതുപോലെ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തതിന് മുന്നേ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് നമ്മൾ തണുപ്പിച്ചെടുക്കണം. ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റുക. ഇനി നമുക്കിത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ട് കിട്ടും, കാരണം നമ്മളിതിൽ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്തതാണ്. അപ്പം നമുക്ക് ഈ ഒരു കളർ ആവുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ചീസി കോൺ നഗറ്റ്സ് റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം പുറത്ത് നല്ല ക്രിസ്പാണ്, കാരണം നമ്മളിത് 2 പ്രാവശ്യം കോട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു പുറം ഭാഗം നല്ല ടേസ്റ്റാണ്. ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാമല്ലോ നല്ല ആ ചീസിൻ്റെ പുള്ളിങ്ങൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉള്ളിൽ ആ ചെറിയ സ്വീറ്റ് കോഡ് ചെറിയൊരു മധുരം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്